ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് വളരെ കുറഞ്ഞൊരു വീടാണ്. നിങ്ങൾക്കത് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു വീട് 5 സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന പ്രൊജക്ട് ആണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പോഞ്ഞാശ്ശേരി ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 1.8 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് 11 കിലോമീറ്ററും ആലുവ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ 12 കിലോമീറ്റർ. നമുക്ക് ഇവിടെ നിന്ന് കാക്കനാട് കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ 18 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ചെറിയ ബഡ്ജറ്റിൽ വളരെ ഭംഗിയായിട്ട് 2 കാർ പാർക്കിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. നമുക്ക് ഇവിടെ കുറച്ച് വർക്കുകൾ കൂടി പെയിന്റിംഗ് ആയിട്ടുള്ളത് ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് വർക്കേഴ്സ് ഉണ്ട്, അവരെ മാറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. പെയിന്റിംഗ് നടക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ നിങ്ങൾ നോക്കിയപ്പോൾ ഒരു പോർഷൻ കണ്ടു കാണും എലിവേഷനിൽ. അവിടെ നമുക്ക് കുറച്ച് ഡിസൈനുകൾ വരാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് കുറച്ച് വർക്ക് കഴിഞ്ഞ സാധനങ്ങൾ റിമൂവ് ചെയ്യാനുമുണ്ട്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. വീടിന്റെ ഫ്രണ്ടിലൂടെ നമുക്ക് വീടിന്റെ ടൈല് വിരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗേറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. സ്ലൈഡിംഗ് മെത്തേഡിലും ഫോൾഡിംഗ് മെത്തേഡിലും ഒക്കെയാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നിറയെ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇനിയിപ്പോ ഗ്രാസ് വിരിക്കാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. വീടിനകത്തേക്ക് സ്ട്രേറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാറും റൈറ്റ് സൈഡിലായിട്ട് രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ല ഡ്രിങ്കിങ് വാട്ടർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കിണറിന്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡ് വോളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് അവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള വഴി നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്ന വഴി നല്ല രീതിയിൽ വൈഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള ടൈലാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറാണ്. ഇതേ ടൈല് തന്നെയാണ് അകത്തും വരുന്നത്. ചെറിയൊരു അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയാത്ത നല്ല ഭംഗിയുള്ള ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3-4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നേരെ മുകളിലേക്ക് നോക്കിയാലും ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് സിറ്റ് ഔട്ടിൽ കണ്ട പോലത്തെ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ മെയിൻ ഡോറിന് അടുത്ത് തന്നെ ആയിട്ടുമാണ് ബാക്കിയുള്ള വിൻഡോസ് ഒക്കെ വരുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണത് ചെയ്തിരിക്കുന്നത്. CNC കട്ടിംഗ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത്. വളരെ ഭംഗിയായി ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 6-7 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു ഡൈനിങ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് ഭംഗിയുള്ള ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പിന്റെ വർക്കുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഭംഗിയുള്ള ഡിസൈൻ, ആ ഒരു മൊറോക്കൻ സ്റ്റൈലിലുള്ള ടൈലിന്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്ത് വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് ടൈൽസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗം നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കബോർഡുകളുടെ സ്പേസ് കഴിഞ്ഞാലും ബാക്കി നമുക്ക് കുറെ ഏരിയ അവിടെ ഭംഗിയായിട്ട് എന്തെങ്കിലും ഡിസൈൻ വർക്കുകൾ ചെയ്യാനോ ഗ്രാസ് വിരിക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു 3 BHK വീടാണ്. നമുക്കിത് 5 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവ് വരുന്നുണ്ട്. 1650 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്കുള്ള ഒന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്.
നമ്മൾ സാധാരണ 3 ബെഡ്റൂം വീടുകളിലെല്ലാം തന്നെ താഴെ ഒരു ബെഡ്റൂമേ ഉണ്ടാവുള്ളൂ. അത് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സിംഗിൾ വിൻഡോസ് ഇവിടെയുമാണ് കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ മിഡിൽ പോർഷനിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾക്കാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിലാണ് വരുന്നത്. ഗ്രേ കളറിൽ നമുക്ക് ബ്രൗൺ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് സെറയുടെയാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേണമെങ്കിൽ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു. അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസും ആണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെയും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ലീഫി ഡിസൈനിലാണ് അത് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയ തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കിയാൽ വൈറ്റ് കളറിൽ ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമ്മളുടെ എല്ലാവരുടെ ഒരു കൺസേൺ ആണ്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ ഫ്രിഡ്ജ് വെക്കാൻ മാത്രമായിട്ട് നമുക്കൊരു നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സൈഡിലെല്ലാം ചുറ്റിനും അറ്റ്മോസ്ഫിയറിലൊക്കെ നോക്കുവാണെങ്കിൽ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് മൊറോക്കൻ ടൈലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ സിങ്കും പൈപ്പ് കണക്ഷനും അവിടെ വരുന്നുണ്ട്. 3 വിൻഡോസ് അവിടെയും 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിച്ചൺ കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന രീതിയിൽ വലിയൊരു അറേഞ്ച്മെന്റ് തന്നെയാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും LED സ്ട്രിപ്പും ബൾബും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയ റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു സ്മോക്ക്ലെസ് അടുപ്പ് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിറക് കത്തിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലുകളുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് അവിടെ LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ ഹാൻഡ് റെയിൽ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ചെറിയ ഹാളാണ് ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിൽ സ്ക്വയർ ആയിട്ടുള്ള ഹാൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഹോളുകൾ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് കയറി ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന സമയത്ത് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിലത്തെ നിലയിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് അവിടെയും ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തുമാണ്. വിൻഡോ പേ ഫെസിലിറ്റി എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഭംഗിയായിട്ട് അവിടെ ചെറിയൊരു സ്പേസ് വെച്ചിട്ട് അതിനകത്ത് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ 3 ബാത്റൂമുകൾ നോക്കിയാലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ റൂഫും കൂടെയാണ് കവർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ബിൽഡായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് 59 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയത്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പോഞ്ഞാശ്ശേരി ജംഗ്ഷനിൽ നിന്നും 1.8 കിലോമീറ്റർ ആണ്. മെയിൻ റോഡിലേക്ക് 1.3 കിലോമീറ്ററും.
പെരുമ്പാവൂരേക്ക് 7 കിലോമീറ്റർ, ബസ് റൂട്ടിലേക്ക് 1.3, ആലുവയിലേക്ക് 11, എയർപോർട്ടിലേക്ക് 14, എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമുമാണ് കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 59 ലക്ഷം രൂപയാണ്. 59 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. 5 സെന്റ് ലാൻഡിൽ ഇതുപോലെ താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂം വരുന്ന വീടുകൾ നമുക്ക് വരുന്നത് കുറവാണ്. അങ്ങനെ വന്നാൽ തന്നെ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഞങ്ങൾ തന്നെ അതുകൂടെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.